ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ 3 തരം സ്നാക്സ് റെസിപ്പിയും ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള നല്ല ചൂട് കാലവും പിന്നെ ഇനിയിപ്പോൾ ഈദൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു തേങ്ങാപ്പാൽ പുഡിംഗാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. ആദ്യത്തെ സ്നാക്സ് റെസിപ്പി കൽമാസിൻ്റെ തന്നെ. കൽമാസ് ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചിക്കനും എഗ്ഗും ഒക്കെ വെച്ചിട്ടുള്ള മസാലയായിരുന്നു. ഇത് ഞാൻ കൂന്തൽ വെച്ചിട്ടുള്ള മസാലയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൽമാസ് നമുക്ക് ബീഫും ചിക്കനും കല്ലുമ്മക്കായ അങ്ങനെ എന്തുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ കൽമാസിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പച്ചരി കഴുകി കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അരച്ചിട്ട് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലോട്ട് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു വലിയ ഉള്ളിയുടെ പകുതി അതുകൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ച പച്ചരിയില്ലേ കുതിർത്തിയിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ ചെരുകിയത് കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം. ഇത് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പത്തിരിപ്പൊടി കുഴച്ചെടുക്കാനുള്ളതല്ലേ. ഇതുപോലെ ലൂസായിട്ടാണ് ഞാൻ അരച്ചെടുത്തുള്ളത്. പക്ഷേ നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. പത്തിരിപ്പൊടി ആയതുകൊണ്ടാണ് പച്ചരി കൂടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ സാധാരണ പുഴുങ്ങലരി കുതിർത്തി ചെയ്യുന്നതാണെങ്കിൽ പച്ചരിപ്പൊടി ചേർക്കണമെന്നില്ല. പക്ഷേ പച്ചരിപ്പൊടി ചേർക്കുമ്പോൾ പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊന്ന് കൈ വെച്ച് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കുഴച്ചെടുക്കാമല്ലോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൊഴുക്കട്ടൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതേ പാകത്തിന്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ തടവി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കിനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കൂന്തലിലോട്ട് നമ്മൾ സാധാരണ കല്ലുമ്മക്കായൊക്കെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നില്ലേ, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് സാധാരണ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഹവറെങ്കിലും മാക്സിമം ഒന്ന് പുരട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് പൊടികൾ പിടിച്ചു കിട്ടും. ഇതിൻ്റെ അകത്ത് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ടായിരുന്നേ മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ കൂന്തലായതുകൊണ്ട് തന്നെ കൂന്തലും മുട്ടയൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില കൂടെ പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ടീസ്പൂണില്ല, ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ എണ്ണയിലാണ് ഞാൻ മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നേ. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നല്ല ചെറുതായിട്ട് തന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി, അതുപോലെ 2.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടത്. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കാം, കാരണം നമ്മൾ കൂന്തലിൽ ഉപ്പിട്ടതാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ കൂടെ നമുക്ക് ഈ ഉള്ളിയുടെ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ആ കൂന്തലിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചെറുകിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നോട് ആ ക്ലിപ്പ് എന്നോട് മിസ്സായിപ്പോയി. അപ്പോൾ അതിൽ നിങ്ങളൊരു 1/4 കപ്പ് തേങ്ങ കൂടെ ചെറുകിയത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പൊടികളൊക്കെ. അതിനായിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പ്, സാധാരണ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നില്ല അതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുക. ഇതിലോട്ട് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കൽമാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യിലൊന്ന് കൈയൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ അരിമാവിൽ നിന്ന് ഓരോരോ ഉരുളകളാക്കി മാറ്റി വെക്കാം. ഞാൻ ഓരോ ഉരുളകളാക്കി ആദ്യം മാറ്റി വെക്കും. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുളയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ കൽമാസ് അതിനനുസരിച്ച് ഉരുളയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ തണുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് നമ്മളെ മസാല മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഉരുളകളെടുത്ത് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിക്കുക. നമ്മൾ സാധാരണ കൊഴുക്കട്ട ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ആ തട്ടിൽ കുറച്ചൊന്ന് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക, കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് സാധാരണ നമ്മൾ കൊഴുക്കട്ടൊക്കെ പരത്തിയെടുത്തിട്ട് ഫില്ല് ചെയ്യുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് പക്ഷേങ്കിൽ ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഫില്ലിങ്സ് ചെയ്യുമ്പോഴൊക്കെ കൊഴുക്കട്ടയുടെ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഉന്നക്കായക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നില്ലേ, അതേ കണക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. കണ്ടോ, ഈ ഒരു ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം ഞാൻ ഇതേ കണക്ക് തന്നെ ചെയ്തെടുക്കട്ടെ. അതുപോലെ ഞാൻ ഫില്ലിങ്ങിൽ തേങ്ങ ചേർത്ത് കൊടുത്തത് അത് ഓപ്ഷനല്ല കേട്ടോ. മസാല നമ്മൾ തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തത്. ഞാൻ പിന്നെ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് കുറച്ച് ലൂസ് പോലെ ഫില്ലിങ്സ് തോന്നിയത് കൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഓപ്ഷനല്ല കേട്ടോ.
ഇപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു കത്തിയോ ടൂത്ത് പിക്കോ വെച്ചൊന്ന് കുത്തി നോക്കാം. അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. നമ്മൾ കൊഴുക്കട്ട ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. വല്ലാണ്ടൊക്കെ തണുക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഓരോരോ കൽമാസം എടുത്തിട്ട് ഈ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യാൻ കലക്കി വെച്ച കൂട്ടിലിട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1 ഹവറെങ്കിലും മാക്സിമം വെച്ചാൽ നന്നായിട്ട് പൊടികളൊക്കെ അതിൽ പിടിച്ച് കിട്ടും കേട്ടോ. മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് പുരട്ടി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ നല്ല കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് നല്ല കളർ കിട്ടി കേട്ടോ. ഇനി ഒരു 1 ഹവർ ഞാൻ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും. ഇനി ഇതിൽ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം 1 ഹവറിൻ്റെ മേലോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് പൊടികൾ പിടിച്ച് കിട്ടി. ഇത് നമുക്ക് കല്ലുമ്മക്കായൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലേ ഫ്രിഡ്ജിൽ, അതുപോലെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്ത് ഭാഗത്ത് വെച്ചാൽ നമുക്കത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാമെന്ന് പറയായിരുന്നേ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കല്ലുമ്മക്കായി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. ഇനി ഇത് തിരിച്ചു മറിച്ചു ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കല്ലുമ്മക്കയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. ചിലർക്ക് നന്നായിട്ട് ഫ്രൈ ആയി വരണം, ചിലർക്ക് അധികം അങ്ങ് ഫ്രൈ ആവുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എത്രത്തോളം ഫ്രൈ ആവണോ അതിനനുസരിച്ച് നോക്കി ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി വരും. ഓൾറെഡി കുക്കായ സംഭവമല്ലേ, പിന്നെ അതിൻ്റെ മേൾഭാഗം മാത്രം ഒന്ന് കളർ മാറണം എന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മുഴുവൻ ഇങ്ങനെ കോരി മാറ്റട്ടെ. ഫസ്റ്റ് ഫ്രൈ ചെയ്യാൻ വെച്ചതൊക്കെ മുഴുവൻ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലുള്ള എക്സസ് ഓയിലൊക്കെ അങ്ങ് കളഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ നമുക്ക് ആവിയിൽ വേവിക്കുന്ന സംഭവമാണ്. ഓയിലൊന്നും അധികം കുടിക്കുന്നില്ലല്ലോ. നമ്മൾ അധികം ഡീപ് ഫ്രൈ ആയി ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആക്കി ചെയ്തെടുക്കുന്നത് നല്ലത് കേട്ടോ. ഇന്ന് അധികം എണ്ണ കുടിക്കത്തില്ല. ഇതിന് മുൻപ് ഞാൻ 3-4 തരം കൽമാസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ചിക്കനും എഗ്ഗൊക്കെ വെച്ചിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കാം. ഇനിയത്തെ റെസിപ്പിയും ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം തന്നെ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് വെന്ത് വരുമ്പോഴേക്ക് വേറൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി സ്നാക്സിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പഴംപൊരിക്കൊക്കെ കൂട്ട് കലക്കിയെടുക്കത്തില്ലേ, അതേ കണക്ക് തന്നെ ഇത് കലക്കിയെടുക്കാൻ നോക്കാം. അധികം അങ്ങ് തിക്കും ആവരുത്, അധികം അങ്ങ് ലൂസും ആവാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കലക്കിയെടുക്കാം. ഇതേ കണക്ക് കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ബാറ്റർ തയ്യാറാക്കുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഇതേ കണക്ക് വെന്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി വേറൊരു പാത്രത്തിലോട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, കാരണം നമ്മളിനി ചില്ലി ഫ്ലെക്സും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പച്ചമുളക്. ഇനി ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി വരട്ടെ. അതുപോലെ ഇതൊക്കെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതേ കണക്ക് തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. എന്നാലത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ സമയത്ത് കുറച്ച് ഉപ്പൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. അതുപോലെ കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു 100 ഗ്രാമോളം ചിക്കന്, ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നാലത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ എളുപ്പമാവുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പൊടികളുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഇതാ നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലോട്ട് നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അത് നമുക്കൊന്ന് മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. മാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ നിൽക്കരുത്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. മാഷർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ്. കണ്ടോ, ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കട്ട്ലറ്റൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫൈനായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് ഈ കുറച്ചുകൂടെ മാഷറിനെ കൊണ്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാട്ടോ. ഇനി ഈ ഉരുളക്കിഴങ്ങിലോട്ട് ഈ ചിക്കൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു വേറൊരു ബൗളിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി മസാല തണുത്ത് വരുമ്പോഴേക്കും ഇതുപോലെ ബ്രെഡ് പീസസ് എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ആദ്യം ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ട് അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് ഒരു സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേ കണക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഞാൻ ഒന്നിൽ നിന്ന് ഇത്ര വലിപ്പത്തിലുള്ള പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 4 പീസാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ഈ മസാലക്കൂട്ടില്ലേ, അത് നമുക്ക് ബ്രെഡിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ പീസസ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ കെച്ചപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പീസിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ പ്ലെയിൻ ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുരട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ മസാലയില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് സൈഡ് വശത്തൊക്കെ ആകത്തക്ക വിധത്തിൽ നന്നായിട്ട് തന്നെ പരത്തി വെച്ച് കൊടുക്കുക. ഞാൻ കൈ വെച്ച് തന്നെ പരത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഒരു പീസിൽ നിറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മറ്റേ പീസ് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മറുവശം എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബ്രെഡല്ലേ, പൊടിഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഉരുളക്കിഴങ്ങിൻ്റെതും പിന്നെ ചിക്കനും നമ്മൾ പേസ്റ്റ് രൂപത്തിലല്ല അരച്ചെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ അതങ്ങ് പതിഞ്ഞിരുന്നോളും കേട്ടോ. അതിലോട്ടങ്ങ് സ്റ്റിക്കായി നിന്നോളൂ. ഇതിപ്പോൾ ഇത് ഒന്ന് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം അതേ കണക്കിനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലൊന്നും ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കുന്നില്ല കണ്ടോ. ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതിൽ വെച്ച് കൊടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ആ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ അതിനു വേണ്ടി അങ്ങ് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണക്കന്നെ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മൈദയുടെ ബാറ്ററില്ലേ, അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി ബ്രെഡ് ഡിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഈ ബാറ്റർ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് ഈ ബാറ്റർ ഇല്ലേ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചാൽ അതിലോട്ട് ഒന്നുകൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ നന്നായിട്ട് കവറാൻ ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ പിന്നെ എണ്ണയിലിടുമ്പോൾ അതിലുള്ള മസാലയൊക്കെ 4 ഭാഗത്തേക്കായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയും വേണം. അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വശം ആയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ലോ ഫ്ലെയിമിലായാലെങ്കിൽ അത് എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ കംപ്ലീറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ ഞാൻ പറഞ്ഞതുപോലെ ആ ഫ്ലെയിം കൺട്രോൾ ചെയ്തിട്ട് ചെയ്താൽ ഇതുപോലെ എണ്ണ കുടിക്കാതെ സ്നാക്സ് കിട്ടും. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ കട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ബ്രെഡ് പോക്കറ്റൊക്കെ ചെയ്യുന്നില്ലേ, ഷവർമ ബ്രെഡ് പോക്കറ്റ്, അത് ഷവർമ ഫില്ലിങ് വെക്കുന്ന ഇത് ഈ രീതിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ സ്നാക്സ് റെസിപ്പിയും വളരെ ഈസി അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്നാക്സ് റെസിപ്പി നോക്കാം. സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ 2 വലിയ ഉള്ളിയാണ് എടുത്തത്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനി ഇതിലോട്ട് എപ്പോഴും ഞാൻ ചെയ്യുന്നത് പോലെ ഒരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഉള്ളി പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാണ്ടങ്ങ് വഴറ്റി ഉടക്കണം എന്നൊന്നുമില്ല. നമ്മൾ പപ്സിന് ഉണ്ടാക്കുന്ന മസാലയില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഉള്ളി വാടി കിട്ടിയല്ലേ ഉള്ളൂ. അതേ കണക്കൊന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളകും ഞാൻ വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ വഴറ്റി അങ്ങ് ഉടച്ച് കളയണമെന്നില്ല, എല്ലാത്തിൻ്റെയും റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ ഒക്കെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയിലൊക്കെ പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതാ ഇത്രയും മതി. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു ഡോ തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പോളം മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ആട്ടപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആട്ടയും മൈദയും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പും ആട്ടയും മൈദയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1-2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽട്ടാക്കിയത് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലാക്കിയ ബട്ടറാണ്. ഇനി അതുകൂടെ നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഓയിലിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ബട്ടർ ചേർക്കുമ്പോഴാണ്. ഇനി ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈ വെക്കുമ്പോൾ ഇതുപോലെ അങ്ങ് താഴ്ന്നു പോകണം, അത്രയും സോഫ്റ്റായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി കൈയുടെ അടിയിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഗീയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഇതുപോലെ പുരട്ടി വെക്കണേ. കാരണം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് മുകൾ ഭാഗം ആറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനിടാം. ഇതാ 10 മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായി വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പൂരിക്കൊക്കെ ഉരുളകളാക്കി എടുക്കുന്നില്ല, അതേപോലെ തന്നെ ഉരുളകളാക്കി എടുക്കട്ടെ എല്ലാം. ഇപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തുന്നതിന് മുൻപായിട്ട് 3 മുട്ട ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുഴുങ്ങി വെച്ച മുട്ടയാണ്. അപ്പോൾ അത് നേരെ പകുതിയാക്കിയിട്ട് 3ഉം കട്ട് ചെയ്ത് വെക്കട്ടെ. ഇതാ മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഒരു ഉരുള എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ഇറച്ചിപ്പത്തിലൊക്കെ ചെയ്തെടുക്കുന്നില്ല അതേപോലെ. ഇനി ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. വല്ലാണ്ട് അങ്ങ് നീർത്തി ചപ്പാത്തി പോലെ അങ്ങ് പരത്തണമെന്നില്ല, ജസ്റ്റ് ഒരു പൂരിയുടെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തത്. ഇനി ഒരു കപ്പോ അതല്ല ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെയുള്ള സ്ട്രെയിനറില്ലേ അത് വെച്ച് കൊടുക്കാനുള്ള പാകത്തിനുള്ള ഒരു എടുക്കാൻ. എന്നിട്ട് ഈ അരിപ്പയുടെ മുകളിലോട്ട് നമ്മൾ ഈ പരത്തി വെച്ച ഈ പൊടിയില്ലേ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കൈവച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലെ ആ ഒരു എന്താ പറയുക പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഡിസൈൻ പതിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം, വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു സ്നാക്സിന് കാണാനൊരു ഭംഗി കേട്ടോ, അതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ വല്ലാണ്ടങ്ങ് പ്രസ് ചെയ്യുമ്പോൾ ആ സ്ട്രെയിനറിൻ്റെ ആ സൈഡ് വശം കൊണ്ട് ഇത് കട്ടായി പോയിട്ട് ഉള്ളിലേക്ക് എണ്ണ കുടിക്കാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതും പതുക്കെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അത്രയും ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ സ്നാക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു ഡിസൈൻ അതിൻ്റെ മുകളിലേക്ക് പതിഞ്ഞ് കിട്ടും, അത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ സൈഡ് വശമൊക്കെ ഒന്നിങ്ങനെ പതുക്കെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കപ്പിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തത് കേട്ടോ. ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി, അത് ജസ്റ്റ് ഒന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു മുട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ പകുതി ഭാഗം അത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് മസാല കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മസാലയൊക്കെ എത്രത്തോളം വേണോ അത് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് വശം പതുക്കെ പൊക്കുക. അതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ് വശം നമ്മൾ സാരിയുടെ ഒക്കെ പ്ലീറ്റ് എടുക്കത്തില്ലേ അതേ കണക്ക്, നമ്മൾ മോമോസൊക്കെ ചെയ്യുമ്പോൾ ചെയ്തില്ലേ അതേ കണക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് എടുത്തെടുത്ത് അതിൻ്റെ സൈഡ് വശം ഒന്ന് സീൽഡാക്കി എടുക്കണം. അതന്നെ വേറെ പ്രത്യേകതയൊന്നുമില്ല, അതൊന്ന് സീൽഡായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാരിയുടെ ഞൊറി പോലെ എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സീൽഡായി കിട്ടും കേട്ടോ. എന്നിട്ട്
അല്ലെങ്കിൽ പിന്നെ എണ്ണ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് കുടിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഇതാ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് വശമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, അടിവശം അങ്ങ് അമർന്നു പോകരുത്. അപ്പം പിന്നെ അതിന് കീറി വന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് എണ്ണ കുടിക്കാൻ വഴിയുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു ഡിസൈൻ കിട്ടിയില്ലേ. ഇനി ഇതൊന്ന് പതുക്കെ കൈവച്ച് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മുട്ട കൂടെ വെക്കുമ്പോൾ അതൊന്ന് മൈദപ്പൊടി ആയതുകൊണ്ട് കൂടി വരും. അപ്പോൾ അതൊന്ന് കൈവച്ചൊന്ന് പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് വിടർന്ന് വരും. ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിനി നമുക്ക് കൈവച്ചിട്ട് അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെയെല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. സ്നാക്സ് മുഴുവൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഫ്ലെയിം താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇടുക, എന്നിട്ട് സ്നാക്സ് എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതുപോലെ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം ആകുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് മുകൾ ഭാഗവും വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് വേവൊന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇടണമെന്ന് പറയാൻ കാരണം നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നത് പോലെ കുറച്ച് തടി ഇങ്ങനെയല്ല എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളു വേവേണ്ട ആ ഒരു ടൈം കിട്ടേണ്ടിയിട്ടാണ് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള സ്നാക്സ് തന്നെ കിട്ടും. ഇപ്പോൾ ഇനി രണ്ടാമത്തത് കൂടെ ഞാൻ അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെയാണെന്നോ നോക്കിയിട്ട് 1 or 2 എത്രയാണോ നിങ്ങൾക്ക് സൗകര്യം, നിങ്ങളുടെ സ്പേസ് ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പാത്രത്തിൽ കേട്ടോ. മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പപ്സൊക്കെ കഴിക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്സിന്. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ടുള്ള സ്നാക്സാണ്. കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാൻ ഇതേപോലെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തതൊരു പുഡിംഗ് റെസിപ്പിയാണ്. നമ്മൾ ഇളനീർ പുഡിങ്ങൊക്കെ കഴിക്കുന്നില്ലേ, അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തേങ്ങാപ്പാൽ പുഡിങ് ഇത് കേട്ടോ. പക്ഷേ തേങ്ങാപ്പാലെന്ന് പറയില്ല, ഒരു ഇളനീർ പുഡിങ് കഴിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുമാണ്. നല്ല ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ കണക്ക് കറക്റ്റ് പറയുന്നില്ല, ഓരോരുത്തർക്ക് എത്രത്തോളം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഇതിൽ ചേർക്കുന്ന നട്ട്സൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സും നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഇതും ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന നട്ട്സുകളൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര എടുത്തതേ ഉള്ളൂ. ഇനി അതുപോലെ പിസ്തേൻ്റെ നിർബന്ധമൊന്നുമില്ല, കാഷ്യൂ നട്ട്സ് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ നിലക്കടലയില്ലേ, അത് ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ 10 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കുതിർത്തിയെടുക്കണം. ഇപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ഏറെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് അത് കണ്ടോ, കുതിർന്നതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വെള്ളം നിൽക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം, അത് കുതിർന്ന് വരട്ടെ. ഇനി വേറൊരു ബൗളിലോട്ട് 1/2 കപ്പോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാലൊഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. അധികം അങ്ങ് ലൂസും ആവരുത്, അധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കലക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് തന്നെ പാൽപ്പൊടി കലക്കിയെടുക്കുന്നത്. അപ്പം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നതെങ്കിൽ. മിൽക്ക് മെയ്ഡിന് പകരം ഇത് ചേർത്തതിനെ കൊണ്ട് ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട്, മിൽക്ക് മെയ്ഡ് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ പാൽപ്പൊടി ചേർത്തിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതും അങ്ങോട്ടേക്ക് നമുക്ക് മാറ്റി വെക്കാം.
ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത് ചിരകിയത്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ അതിൽ ആ കറുപ്പ് പാർട്ടില്ലേ അതാവാതെ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാനല്ലേ ഇവിടെ കിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ചെറിയ കറുപ്പ് പാർട്ട് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. എങ്കിലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ എടുക്കാൻ നോക്കാമെന്ന് പറയായിരുന്നേ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടിപ്പോവരുത്. തേങ്ങാപ്പാൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ച് ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം, എന്നിട്ട് അരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ അടിച്ചെടുത്തതിന് ശേഷം അതിൽ കൂടുതൽ വെള്ളമൊന്നുമില്ല, ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ അടിച്ചെടുത്താൽ നമുക്ക് നല്ല തിക്ക് പാൽ തന്നെ കിട്ടും കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് അരിപ്പയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വൃത്തിയുള്ള കോട്ടൺ ക്ലോത്തിലോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഇതാ ഞാൻ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അരിച്ചെടുത്തപ്പോൾ. ഇനി ഇത് ഇപ്പം ചൈന ഗ്രാസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ വെള്ളം ഉണ്ടായിരിക്കണം. കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് മെൽട്ടാക്കി എടുക്കാനുള്ള വെള്ളം കൂടി അതിൽ കിടക്കണം. അതിന് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി 1 കപ്പ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഒഴിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ചൈന ഗ്രാസ് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1/2 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 മുതൽ 1 കപ്പോളം ചേർത്തോളൂ കേട്ടോ. നമ്മൾ മിൽക്ക് മെയ്ഡ് അല്ലല്ലോ ഇട്ട് കൊടുക്കുന്നത്, സാധാരണ പാൽപ്പൊടിയല്ലേ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1/4 കപ്പോളം പഞ്ചസാര തന്നെ വേണ്ടി വരും. 1 കപ്പോളം തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുമ്പോഴേക്ക് കറക്റ്റ് ആവണമെങ്കിൽ ഏകദേശം 1 കപ്പോളം തന്നെ വേണ്ടി വരും കേട്ടോ. ഞാൻ പിന്നീട് ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏകദേശം 1 കപ്പോളം തന്നെ ചേർത്ത് കൊടുത്തോളൂ. ഇനി നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്തുള്ള ആ ചൈന ഗ്രാസ് കൂടെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ അത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കുക. ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്തെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടും കേട്ടോ. അതുപോലെ പാല് തിളച്ച് പൊങ്ങാനും പാടില്ല, ഇതും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇനി ഈ തേങ്ങാപ്പാൽ മാറ്റി വെച്ച തേങ്ങാപ്പാൽ കൂടെ ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരിക്കലും തിളച്ച് പൊങ്ങരുത്, കാരണം തേങ്ങാപ്പാലും പാലൊക്കെ പിരിഞ്ഞ പോലെ ആവാൻ വഴിയുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽപ്പൊടിയുടെ മിക്സ് ഇല്ലേ, ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിൽക്ക് മെയ്ഡിന് പകരം ഇത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതാ തേങ്ങാപ്പാലും പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ആ കാഷ്യൂ നട്ട്സിൻ്റെ ആ പൗഡറില്ലേ അതുകൂടെ ഈ സമയത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇതാ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ മെൽട്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം അഥവാ വറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ചിട്ട് എടുക്കാൻ നോക്കാം. ഇനി ഇത് നമുക്ക് ഈ തേങ്ങാപ്പാലിലോട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അരിച്ചൊഴിക്കുമ്പോൾ. ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ, നമ്മൾ ചൈന ഗ്രാസ് ചേർത്തതല്ലേ. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച പിസ്തയില്ലേ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിപ്പം പിസ്ത പൊടിച്ചതുകൊണ്ട് പിസ്ത ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിലക്കടല ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതല്ല ചിരകിയ തേങ്ങയാന്ന് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങ ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം വേണേൽ ചേർത്ത് കൊടുക്കാൻ. ഇനി അതും ഇതിൽ സമയത്ത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്ത് ചേർക്കുമ്പോഴും പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ ചൈന ഗ്രാസ് ചേർത്തതല്ലേ ഓൾറെഡി, അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി പോകാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഒഴിക്കുന്നത് ആ പാത്രം അപ്പോഴേക്ക് സെറ്റാക്കി വെക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് ഈ ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേയിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ സ്റ്റീലിൻ്റേതായാലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ പുഡിംഗ് മോൾഡുകൾ ഉണ്ടല്ലോ ഇപ്പോൾ സിലിക്കൺ മോൾഡുകൾ, അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ കഴിയുന്നത് ഒഴിക്കാതിരിക്കാൻ നോക്കാം, കാരണം ചൂടോട് കൂടിയിട്ട് ഒഴിക്കുമ്പോൾ അത് ഉരുകാൻ വഴിയുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തവിയോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. കാരണം ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഔട്ടാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് സെറ്റായി കഴിയുമ്പോൾ മുകളിലിങ്ങനെ
ഡോട്ട് ഡോട്ടായിട്ട് വരത്തില്ല. ഇനി നമുക്കിതൊരു ക്ലിൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. തണിഞ്ഞതിന് ശേഷം വേണോ ഇതും ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷമായിരുന്നു ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തത്. പെട്ടെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്തതുപോലെ ഉണ്ടാവും. ചൂടോട് കൂടിയല്ല ഞാൻ ചെയ്തത്, തണിഞ്ഞതിന് ശേഷമായിരുന്നേ. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത്, ഫ്രീസറിൽ വെക്കരുത്, താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് സെറ്റായി വരുന്നതിന് ശേഷം വേണം നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കടല ഇട്ട് കൊടുക്കുന്നെങ്കിൽ കടല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പിസ്തയുടെ ഏതാണെന്ന് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒട്ടും കയ്യിലൊന്നും പറ്റി പിടിക്കാതെ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ പിസ്ത പൊടിച്ചു വെച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഗ്രേറ്റ് ചെയ്തതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അതല്ല നിലക്കടലയാണെങ്കിൽ അതിട്ട് കൊടുക്കാം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ നട്ട്സ് കയ്യിലുള്ളത് അത് വെച്ച് അലങ്കരിക്കാം കേട്ടോ. പിസ്ത തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ പിസ്തയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് വിചാരിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് അലങ്കരിച്ച് കൊടുക്കാം. ഇത് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിന് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള പിസ്ത മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മുഴുവനായിട്ട് അങ്ങോട്ടാക്കി, അങ്ങനെയല്ലേ നമുക്ക് കഴിക്കുമ്പോൾ മുഴുവനായിട്ട് കിട്ടത്തുള്ളൂ. കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനുള്ള ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെടുത്തതേ ഉള്ളൂ. വീണ്ടും ഇതൊന്ന് ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് ഞാനൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇതാ 1 അവറിന് ശേഷം വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കരുത്. ഇതാ കണ്ടോ, ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ളതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ക്ലീൻ റാപ്പ് കൊണ്ട് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ താഴത്തെ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി, ഫ്രീസറിൽ വെക്കരുത്. അപ്പോൾ വല്ലാണ്ടങ്ങ് ഹാർഡായി പോകും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ പുഡിംഗ് എന്ന് പറയേയില്ല കേട്ടോ, ഇളനീർ പുഡിങ്ങൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ പിസ്ത നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അതല്ലെങ്കിൽ തേങ്ങ വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്